ബിഗ് ബോസ് ലീവ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നത്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഇതൊരു ഗെയിമാണ് ജാൻമണി. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. ബിഗ് ബോസ് ലീവ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നത്. എന്താ എന്റെ ഉദ്ദേശം? ജിൻഡോ ആൻഡ് ഗബ്രി രണ്ടുപേരും എഴുതിയിട്ടോ. ബിഗ് ബോസ് എന്റെ ഇഷ്ടപ്രകാരം ഈ രണ്ടുപേരെയും ഈ വീട്ടിൽ ഞാൻ പുറത്താക്കുന്നു. ലാലേട്ടാ ഒന്ന് കണ്ടു നോക്ക് വീഡിയോ പ്ലീസ്. പ്രേക്ഷകരാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മോശമായ ചില കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ കാണിക്കുന്നത്. മോശം അഭിപ്രായം നാട്ടുകാർക്ക്. ബിഗ് ബോസ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബിഗ് ബോസ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? രണ്ടാള് ചെയ്യില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? ചെയ്യില്ല പ്ലീസ് പ്ലീസ്. ഗബ്രി ആ വീടിന്റെ എവിടെ ചെന്നാലും ആ വീട് ഗബ്രിയുടെ വീട് പോലെ കളിക്കുകയാണ്. അതിന് ഞാനും ചെയ്തില്ല. ആ വീട് പോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ ആ ഗെയിമർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? താക്കീതായിരുന്നു ഫസ്റ്റ് ആഴ്ച എന്നോട് ഇങ്ങനെ പറയുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നന്നായി. ഗബ്രിക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? സാർ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു. ഇത് കുട്ടികള്, അമ്മമാര്, അമ്മൂമ്മമാര്, നിങ്ങളുടെ സ്വന്തത്തിലുള്ള ആൾക്കാരൊക്കെ കാണുകയല്ലേ? ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. എത്ര കമന്റ്സ് ആണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ? ഞങ്ങൾക്ക് അത്രയും മോശമായിട്ടാണ് പറയണത്. ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. എന്തായാലും ഒരു കമന്റ് നിങ്ങൾ തന്നെ വായിക്കൂ. ഗബ്രി, സത്യം പറയാലോ, ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് സംസ്കാരമില്ലാത്ത കണ്ടന്റ്സ് ആണ് ആ ജാസ്മിനും ഗബ്രിയും ജിൻഡോയും ഒക്കെ. എന്താ സംസാരം? കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയല്ലേ. ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ദയവ് ചെയ്ത് നിലവാരം ഉയർത്തുക. ഫ്രസ്ട്രേഷൻ കാരണം പറഞ്ഞു പോയതാണ്. പക്ഷെ പുള്ളി അപ്പൻ്റെ വീട്ടുകാരെ പറഞ്ഞു. അതിപ്പോ ജസ്റ്റ് എന്നെ തെറി വിളിച്ചപ്പോ ആളുടെ അച്ഛനെ ജസ്റ്റ് ഞാൻ വിളിച്ചു. അത് മാത്രമല്ലാണ്ട് ഞാൻ വേറെ തെറി. ഇത് ഇങ്ങനെ ഒരു ഗെയിമാണ്. ഇത് അറിഞ്ഞിട്ടല്ലേ വന്നത്? ലാലേട്ടാ ഒന്ന് കണ്ടു നോക്ക് വീഡിയോ പ്ലീസ്. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. അല്ലെ, ഞങ്ങൾ ഇനിയും പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അല്ലേ? ഇനി ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ രണ്ടുപോലും ചെയ്യില്ല. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. രണ്ടാള് ചെയ്യില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? പ്രോമിസ് ഞങ്ങൾ ചെയ്യില്ല. പ്ലീസ് പ്ലീസ്. ഞങ്ങൾ ഇത്ര ഇതിൽ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഞങ്ങൾക്ക് എന്തൊരു നാണക്കേടായിരിക്കും ലാലേട്ടാ. ശ്രദ്ധിച്ചോളാം. നിരന്തരം ഇവർക്ക് വാണിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. ഒരു കയ്യബദ്ധം. ഞാൻ ബിഗ് ബോസ് ആയിട്ട് സംസാരിച്ചു. നിങ്ങൾ തന്ന വാക്ക് മാനിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാം. നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ.